കാണാൻ പോയാൽ ഒരു പക്ഷേ അവർ നിങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ട് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽബകമെന്നോ മനസ്സിലാക്കിയത് കൊണ്ട് ചിലപ്പോൾ പറയും 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വന്നാൽ മതി എന്ന് പറയും. വളരെ വളരെ കുറവാണ്. ചിലപ്പോൾ പറയും 10,00,000 ഇഖ്ലാസ് ചൊല്ലി വന്നാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിയാക്കന്മാരുടെ ഒരു ഹാല് പറയാൻ വേണ്ടി പറയാം, ഒറ്റയടിക്ക് അതിന് നിഷേധിച്ച് കളയരുത്. സന്ധ്യയായാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സമയം കടന്നു കഴിഞ്ഞു. ഏറ്റവും മൂർത്തമായ ഒരു മഗ്‌രിബിന്റെ സമയം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സ്വഹീഹായ ഹദീസിലുള്ളതാണ്, സന്ധ്യ നേരത്തെ ഇറക്കരുത് കുഞ്ഞുങ്ങളെ. കാരണം അവർ പിശാചിനെ കാണും. പിശാചിനെ കാണാനും മലക്കിനെ കാണാനും അവർ ഹൃദയത്തിന് കഴിയും. കാരണം ഹൃദയം ഒരു കണ്ണാടി പോലെയാണ്. അങ്ങനെയാണ് അറബിയിൽ പറഞ്ഞത്. കണ്ണാടി പോലെയാണ്, അതിൽ കാണാൻ പറ്റും. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമൊക്കെ ഹൃദയത്തിൽ ദൃശ്യമാകുന്നതാണ്. നമുക്കെന്താണ് കാണാൻ പറ്റാത്തത്? എനിക്കും നിങ്ങൾക്കും എന്താണ് രഹസ്യങ്ങളെ കാണാൻ പറ്റാത്തത്? നുഖ്തത്തുൻ സൗദാ. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊരു നുണ പറഞ്ഞു, അപ്പൊ ഒരു പുള്ളി വീണു. ഏത് തെറ്റ് നമ്മൾ ചെയ്താലും അപ്പൊ ഒരു പുള്ളി ഇങ്ങനെ വീഴും. ജനിക്കുമ്പോ നല്ല ഹൃദയത്തോടെ ജനിച്ചയാൾ ഒരു 10-40 വയസ്സാകുമ്പോഴേക്കും കറുത്തു പോയിട്ടുണ്ടാകും ഹൃദയം. അപ്പൊ പുള്ളികൾ വീണ് മറ വന്നു പോയിട്ടുണ്ടാവും. അതാണ് നമുക്ക് രഹസ്യങ്ങൾ കാണാൻ പറ്റാത്തത്. ഇവിടെ ചിലര് പറയുന്നുണ്ട് ഔലിയാക്കന്മാരുടെ രഹസ്യങ്ങൾ പറയുമ്പോ അതൊക്കെ തെറ്റാ. നിരന്തരം ഫേസ്ബുക്കിൽ നിങ്ങൾ ട്രോള് കാണാൻ കഴിയും. ചില കറാമത്തുകളെ പറയുമ്പോൾ ട്രോളിക്കൊണ്ട് പറയും രഹസ്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയൂ. പിന്നെ എങ്ങനെയാണ് ഔലിയാക്കന്മാര് രഹസ്യം അറിയുക? ഇത് പറയുന്നവൻ ഖുർആൻ വിശ്വസിക്കാൻ പാടില്ല. സൂറത്ത് യൂസുഫില് അള്ളാഹു പറയുന്നുണ്ട്, ഈജിപ്തിലെ മിസ്റിലെ കൊട്ടാരത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരങ്ങൾ പുറപ്പെടുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു ഖമീസ് കൊടുക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്. 1001 രാവിലെ അറബിക്കഥയല്ല, ബാലമംഗളത്തിലെ ചിത്രകഥയല്ല, ദഈഫ് എന്ന് പറഞ്ഞ് വഹാബികൾ തള്ളിക്കളയുന്ന ഹദീസല്ല. സൂറത്ത് യൂസുഫ് നിങ്ങൾ എടുത്തു നോക്കൂ, അത് കാണാം. ഇദ്ഹബൂ ഈ കുപ്പായം കൊണ്ട് നിങ്ങൾ പോകൂ എന്ന് അള്ളാന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആനിൽ പറഞ്ഞാൽ വിശ്വസിച്ചൂടെ? ഖുർആനിൽ പറഞ്ഞാൽ വിശ്വസിച്ചൂടെ എന്ന് പറഞ്ഞു. ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. ഉപ്പയുടെ കണ്ണ് കാണാത്ത പിതാവിന്റെ മുഖത്ത് എന്റെ ഖമീസ് ഇട്ട് കൊടുക്കൂ. യഅതി ബസീറാ, കാഴ്ചശക്തി ലഭിക്കും. നമ്മൾ ഇതെങ്ങനെ സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇതൊക്കെ സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റിയ കാര്യമാണോ? ഇവിടെ എന്താണ് വഹാബികൾ അർത്ഥം വെക്കുക? ഈ ഖമീസ് കൊണ്ട് എങ്ങനെ രോഗം മാറുക? ഹലോ ആ ഖമീസിന് എന്താണ് പ്രത്യേകത? പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചു എന്നതല്ലാതെ ഷർട്ടിന് എന്താ പ്രത്യേകത? നമ്മൾ എന്തുകൊണ്ടാണ് ഈ മജ്ലിസിലെ ബറക്കത്തുകൾ സ്വീകരിക്കുന്നത്? ഇവിടുത്തെ ബറക്കത്തിന്റെ ഭക്ഷണം നമ്മൾ ആദരപൂർവ്വം സ്വീകരിക്കുന്നത് എന്തിനാണ്? അത് ഈ മജ്ലിസിന്റെ മാഹൗലിലാകുമ്പോ ബറക്കത്തുള്ളത് കൊണ്ടല്ലേ. എന്തിനാണ് ഈ മസാറിലെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളെ നമ്മൾ സ്നേഹത്തോടെ ഒന്ന് തൊടുന്നത്? ബർക്കത്തെടുക്കാനല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഈ ഖുർആനെ നിഷേധിക്കേണ്ടി വരും. യൂസുഫ് നബിയുടെ ഷർട്ടിന് എങ്ങനെയാണ് സയന്റിഫിക്കലായി തെളിയിക്കുന്നുണ്ടാകുക? എന്നാ പിന്നെ ഹോസ്പിറ്റലൊന്നും ഉണ്ടാക്കണ്ടല്ലോ. യൂസുഫ് നബിയുടെ കുപ്പായം കൊടുന്ന് വെച്ച വരെ മതി. പക്ഷെ കുപ്പായം എവിടെ?
ഇത് ഖുർആനാണ്. നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാർക്ക് സംശയമുണ്ട്. ഇപ്പൊ ഇവിടെ ചീനി വാങ്ങുന്നവനും ചിലർക്ക് സംശയമുണ്ട്. എന്നാലും ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ കറാമത്ത്? അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും. സംഘം ഈജിപ്തിലെ മിസ്റിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ